ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏകദേശം 3 വർഷത്തിൽ പുറത്തായി. ഇപ്പോൾ STC എന്ന് പറഞ്ഞ റാങ്കിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഇതിൽ പറയാനുണ്ടെങ്കിൽ നമുക്ക് നന്ദി പറയാനുള്ളതാണ്. എന്ന് പറഞ്ഞെങ്കിൽ എന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ STC ലീഡർ ലിബി സാറിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതേപോലെ എന്നെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത രാജേഷ് സാറിനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതേപോലെ നമ്മളെ ക്വിക്ക് സ്റ്റാർട്ട് ബോർഡിന്റെ അമരക്കാരനായ പ്രബീർ സാറിനും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ ഒരു സൂം മീറ്റിംഗ് സാർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടിയിട്ട് ഈ സൂം മീറ്റിംഗ് ഓപ്പൺ ചെയ്യുക, നമുക്ക് വേണ്ട എല്ലാവിധ ഹെൽപ്പുകളും ചെയ്തു തരാവുന്നതുകൊണ്ട് പ്രബീർ സാറോട് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുമ്പ് സാർ പറഞ്ഞു മനുഷ്യാവകാശ പ്രവർത്തനവും അതേപോലെ തന്നെ പത്രപ്രവർത്തനവും ഒക്കെ ആയിട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. ഇവിടെ വന്നതിന് ശേഷം ചെയ്ത കാര്യം എന്ന് പറഞ്ഞെങ്കിൽ പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. എന്താണ് ബിസിനസ്, എങ്ങനെയാണ് നമുക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ട് പഠിച്ചെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചതിന്റെ ഭാഗമായിട്ട് നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്തു. ആ ടീമിൽ കൂടെ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ടീമിലെ പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്യാൻ പറ്റി. അതേപോലെ ലോയൽറ്റി ബോണസ് അച്ചീവ് ചെയ്തു. അതേപോലെ തന്നെ നെക്സസ് പ്രോഗ്രാമില് കേരളത്തിൽ 5ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു. അതേപോലെ സിൽവർ കോയിൻ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. കമ്പനിയിലെ സിൽവർ കോയിൻ ഉണ്ടായിരുന്നു, അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഇതിനെക്കാട്ട് ഉപരി ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ടീമിലുള്ള ആളുകൾക്ക് പെർഫോമൻസ് ബോണസും ലോയൽറ്റി ബോണസുകളും വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അതേപോലെ ടീമിൽ കൂടെ തന്നെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് വിനർ, തായ്ലാൻഡ് ട്രിപ്പ് വിനറെ ഉണ്ടാക്കാൻ സാധിച്ചു. ഇങ്ങനെയുള്ള നിരവധി നേട്ടങ്ങൾ ഞാൻ ഉണ്ടാക്കിയതിനെക്കാട്ടുപരി ടീമിൽ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നതാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ അച്ചീവ്മെന്റ്സുകൾ. നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചെയ്തു പോകേണ്ടതുള്ളൂ. പറയുന്ന സമയത്ത് കുറെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തോന്നും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ ലീഡേഴ്സ് ഒക്കെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഈ ഒരു ഡാർസിലിംഗ് ഇൻഡസ്ട്രിയിൽ ആര് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ഉള്ള ആളുകൾ മുഴുവൻ ഐഡിയ അടിച്ച ആളുകളായിരിക്കും. പുതുതായിട്ട് വന്ന ആളുകളെ നല്ല സ്വപ്നമുള്ള ആളുകൾക്കാണ്, ഒരു ഡ്രീമുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതായത് ചെറിയ ചെറിയ ഡ്രീമുകൾ പോരാ, വലിയ ഡ്രീമുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം നമ്മൾ സ്വപ്നമില്ലാതെ, നമുക്കൊരു ലക്ഷ്യമില്ലാതെ നമ്മൾ എങ്ങോട്ടും പ്രവർത്തിച്ചിട്ട് ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒന്നും സാധിക്കില്ല. കാരണം നമുക്ക് നല്ലൊരു ഡ്രീം ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നല്ലൊരു സ്വപ്നം ഉണ്ടാവുക എന്നുള്ളതാണ് ഡാർസിലിംഗ് ഇൻഡസ്ട്രീൻ്റെ അകത്ത് വരുന്ന എല്ലാവർക്കും ഉണ്ടാകുന്നത്. വലിയ വലിയ സ്വപ്നങ്ങളായിരിക്കണം, വലിയ വലിയ വീടുകളും വലിയ വലിയ കാറുകളും, എന്താണോ നമ്മൾ കണ്ടിരിക്കുന്നത് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഒരു ഡാർസിലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിന് കുറെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. കാരണം എന്താണെന്നുവെച്ചെങ്കിൽ നമ്മളെ പൂർവികരാരും ചെയ്തൊരു ബിസിനസ് ഒന്നും അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ കുറെ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറയുകയൊക്കെ ചെയ്യും. ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സംസാരിക്കുന്ന സമയത്തും പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ആളുകൾ പറയും ആ ഡോക്ടർ പോകുന്നുണ്ട്, വൈദ്യര് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല സംസാരങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് അവരുടെ അടുത്ത് മറുപടി പറയേണ്ട ആവശ്യമില്ല. നമുക്ക് സക്സസിൽ കൂടെ അവർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും തിരിച്ച് മറുപടിയോ കാര്യങ്ങളോ പറയാതെ ഒരു പുഞ്ചിയോട് കൂടിയിട്ടാണ് പോവാറ്. അപ്പൊ നിങ്ങൾക്കും ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ STC എന്ന് പറഞ്ഞ റാങ്ക് വരെ എത്താൻ സാധിച്ചത് എന്നതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ ചെയ്ത കാര്യം.
കേട്ടത് തന്നെയായിരിക്കും കേൾക്കുന്നത്, പറഞ്ഞത് തന്നെയാണ് പറയാനുണ്ടാവുക. അതാണ് ഡാർക്ക് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ഉണ്ടാക്കി ഫസ്റ്റ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലിസ്റ്റ് മേക്കിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഇന്ന് സക്സസ് ആയിരിക്കുന്ന ഏത് ലീഡർ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരുടെ കയ്യിലൊക്കെ നല്ലൊരു ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ടാവും. അത് റാങ്ക് ബേസ് ചെയ്തിട്ടല്ല, ഇന്ന റാങ്കിലുള്ള ആൾക്കാർക്ക് മാത്രം ലിസ്റ്റ് മതി അങ്ങനെയല്ല. ഏത് റാങ്കിൽ ഇരിക്കുന്ന ആളുകളായാലും അവരുടെ കയ്യിൽ ചുരുങ്ങിയ ഒരു 100 പേരെങ്കിലും ലിസ്റ്റ് നിർബന്ധമായിട്ടും കയ്യിലുണ്ടായിരിക്കണം. ആ 100 ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഏത് സമയത്തും നമുക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനും ആ ഒരു ടീം കൂടെ നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റും. ഇതിൽ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഏത് റാങ്കിലേക്ക് പോകുന്ന സമയത്തും ആ ലിസ്റ്റിനകത്ത് നിന്ന് നമുക്ക് ആളുകൾ എടുത്തുകൊണ്ട് നമുക്ക് അടുത്ത റാങ്കിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു തുടക്കക്കാരൻ എന്ന് പറഞ്ഞ രീതിയിൽ ലിസ്റ്റിനകത്ത് പുതിയ ആളുകളാണല്ലോ ഉണ്ടാവുക. അപ്പൊ തുടക്കക്കാരെ എപ്പോഴും എന്താ വെച്ചെങ്കിൽ അവർക്ക് സക്സസ് ആവാൻ വേണ്ടിയിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ആ കാര്യങ്ങൾ കൂടെ അവർ ഐഡിയ ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആയുഷ് 25 ആയുഷ് 35 ഒക്കെ എടുത്തുകൊണ്ട് അവർ നമ്മളെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. പുതിയ പുതിയ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനെ നിർബന്ധമായിട്ടും നമ്മൾ ഓരോരുത്തരുടെ കയ്യിലും ചുരുങ്ങിയ ഒരു 100 പേരെങ്കിലും അടങ്ങുന്ന ലിസ്റ്റ് നമ്മുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണം. എപ്പോഴും നമ്മൾ പറയാറൊരു വാക്കുണ്ട്, ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്നാണ്. അപ്പൊ ലിസ്റ്റാണ് ഇതിൻ്റെ അകത്ത് വിജയിക്കാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. സക്സസ് ആവണമെങ്കിൽ ലിസ്റ്റ് നിർബന്ധമായിട്ട് നമ്മൾ കയ്യിലെടുത്ത് വെക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം നമ്മൾ പ്ലാൻ കാണിക്കാൻ പറ്റണം. അതായത് നമ്മൾ പ്ലാൻ മനസ്സിലാക്കി ആ പ്ലാനിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വർക്കിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യണം. നിർബന്ധമായിട്ടും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ പുതുതായിട്ടുള്ള ആളുകളാണെങ്കിലും എല്ലാവരും പ്ലാൻ പഠിച്ചിരിക്കണം. നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബൈനറി പ്ലാൻ ആണ്. ആ ബൈനറി പ്ലാനിൽ വെച്ചിട്ട് നമുക്ക് എന്താ വെച്ചെങ്കിൽ ഇത് എങ്ങനെയാണ് 2,10,000 കിട്ടുന്നത് ആഴ്ചയിൽ, ആ ഒരു പ്ലാൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനോ ആ പ്ലാൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ള ആളുകളുടെ അടുത്ത് പ്ലാൻ പോയി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പ്ലാൻ പറയുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് വർക്ക്ഷോപ്പുകളും ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും വെച്ചിട്ട് നിങ്ങളെ ടീമിന്റെ പ്ലാൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ നിങ്ങളുടെ ടീമിന്റെ അകത്ത് മാക്സിമം ആളുകൾ പ്ലാൻ പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ടീമിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ ആ ആളുകൾക്ക് പ്ലാൻ പറയാൻ അറിയെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സിംഗിൾ ആയിട്ട് പോയിട്ട് വർക്ക് എടുത്തുകൊണ്ട് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഒരേ സമയത്ത് തന്നെ കുറെ വർക്കുകൾ നടക്കുക എന്നുള്ള ഒരു സംഭവം നടക്കും. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൽ വന്നിരിക്കുന്ന ആളുകളൊന്നും മുമ്പ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വിജയിച്ച ആളുകളൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ചെയ്ത് പരിചയമുള്ള ആളുകളായിരിക്കില്ല. അവർക്ക് ഡൗട്ട്സ് ഉണ്ടാവും, ഡൗട്ടുകൾ ഉണ്ടാവും. ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. സംശയത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരു 99% ആളുകളും സംശയത്തോടു കൂടി വരുന്ന ആളുകളായിരിക്കും. ഇവിടെ സക്സസ് ആവുമോ, അല്ലെങ്കിൽ എനിക്കിത് പറ്റുമോ, ഞാൻ ഇവിടെ വിജയിക്കുമോ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് തട്ടിപ്പാണോ, അങ്ങനെയുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങളായിട്ട് മുന്നിലേക്ക് വരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ആ സംശയത്തോട് കൂടിയിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എവിടെ എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുക. നമ്മളെ സംബന്ധിച്ചോളം ആണെങ്കിൽ നമുക്ക് ധനീഷ് മാധവ് സാറ് അതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ധനീഷ് മാധവ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോഗ് തന്നെ നമുക്കുണ്ട്. ആ ബ്ലോഗിൽ കൂടെ എന്താ വെച്ചാൽ നമുക്ക് ആളുകളെ പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് പഠിച്ചെടുക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഡയറക്ട് സെല്ലിംഗ് ചോദിക്കാറുണ്ട്. നമുക്ക് ആ ബ്ലോഗിൽ പോയി കഴിഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് നിയമ സാധ്യത ഉണ്ടോ എന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ പോയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഡൗട്ടുകളായിട്ട് വരുന്ന ആളുകളാണ്
നമ്മളെ മുമ്പിലുള്ളത്. നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. കുറെ സംശയങ്ങളും കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അതിനുശേഷം ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ആളുകളുടെ അടുത്ത് പറയാൻ പറ്റും. അപ്പൊ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെയുള്ള സംശയങ്ങളുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ധനീഷ് മാധവ് ബ്ലോഗ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ട് ആ ഫോണിലേക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു വെബ്സൈറ്റിൽ കൂടെ ഓപ്പൺ ചെയ്ത് അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു ബാധ്യസ്ഥ കൂടി നമുക്കുണ്ട്. കാരണം സംശയം വെച്ചിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ സക്സസ് ആവാൻ പറ്റില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ശ്രദ്ധിച്ചാൽ മതി, സംശയമുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന സംശയമുള്ള ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏകദേശം ഒരു 30 വയസ്സിന്റെ 60 വയസ്സിന്റെ ഉള്ളിലുള്ള ആളുകളായിരിക്കും. അതിന്റെ പിന്നോട്ടുള്ള ആളുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെയുള്ള ആളുകൾക്കൊന്നും വലിയ സംശയങ്ങൾ ഉണ്ടാവില്ല. കാരണം അവര് ആദ്യമായിട്ട് ആയിരിക്കും ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതും ആ ഒരു ഇൻഡസ്ട്രിയിലേക്കൂടെ സക്സസ് ആവാൻ വേണ്ടി കാര്യങ്ങളാണ്. പക്ഷെ ബാക്കിയുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സംശയത്തോടു കൂടി കാണുന്ന ആളുകൾ. അപ്പൊ ഈ സംശയത്തോടു കൂടി വരുന്ന ആളുകൾ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ, അവരെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ധനീഷ് മാധവ് ബ്ലോഗ് എന്നുള്ള സംഭവം നമ്മുടെ ഫോണിൽ ചെയ്തു വെക്കുക, അതേപോലെ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ചെയ്യേണ്ടത്. ഇതാണ് മൂന്നാമതായിട്ടുള്ള കാര്യങ്ങൾ. നാലാമതായിട്ടുള്ള നമ്മൾ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. വന്നിരിക്കുന്ന ആളുകളെ കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യിപ്പിക്കണം. ഈ പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ, അവരെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളാണ് നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യിപ്പിക്കേണ്ടത്. ഫസ്റ്റ് വരുന്ന ഒരാളെ കൊണ്ട് അവരെ കൊണ്ട് ആ, ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ നോക്കിയിട്ട് ആ സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പർച്ചേസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അടുത്ത നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല, അൺബോക്സ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചെയ്യിക്കണം. അൺബോക്സ് ചെയ്യിപ്പിക്കുന്ന എന്തിനാണ് ചെയ്യുമെങ്കിൽ പല ആളുകളും ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. നമ്മളും ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംശയങ്ങളായിട്ട് വരുന്ന സമയത്ത് അവിടുന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങി അവർ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അവിടെ ചെന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റ് അവരെ കൊണ്ട് ഉപയോഗിപ്പിക്കാൻ തയ്യാറായാൽ അവിടുന്ന് തന്നെ ആ ബോക്സ് പൊളിച്ച് അതിനു വേണ്ടി അതിനകത്ത് നിന്ന് കുറച്ച് കവചപ്രാശം എടുത്ത് അവർക്ക് കൊടുത്ത് അവരോട് അത് യൂസ് ചെയ്യാൻ പറയുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞെങ്കിൽ അൺബോക്സിംഗ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പൊതുവെ ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ കുറച്ചും കൂടെ അവർക്കൊരു സംശയം മാറിക്കിട്ടെ അവർ ആ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ തയ്യാറാവുകയും ചെയ്യും. നമ്മളിപ്പം കൂടുതലായിട്ട് ഞാൻ കണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടീമിലും എൻ്റെ ടീമിലും ഒക്കെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് വാങ്ങും, അത് വിൽപ്പന നടത്തും. നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മോശമായുള്ള കാര്യം. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് പറയുന്നത്. നിങ്ങൾക്കറിയാം, യൂസ് ദ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ് എന്നാണ്. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാല് ആദ്യം നമ്മൾ ഉപയോഗിച്ച് നോക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ. റെക്കമെൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഒരു വിശ്വാസം നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്തോ? അപ്പം പറയും, അയ്യോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മളെ ടീമിലെ ആളുകളെ നമ്മൾ പഠിപ്പിക്കണം. നിങ്ങൾക്ക് അറിയാം, എത്രത്തോളം പ്രൊഡക്റ്റുകൾ നമ്മളെ വീട്ടിൽ ഇപ്പം നമ്മൾ മാറി ഉപയോഗിക്കുന്നുണ്ട് എന്നല്ല നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പ്രൊഡക്റ്റുകൾ ഇപ്പൊ MI ലൈഫിന്റെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെയുള്ള കുറച്ച് ആളുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് റെക്കമെൻഡ് ചെയ്യുന്ന ആളുകൾ, അതായത് അൺബോക്സിംഗ് എന്ന് പറഞ്ഞ സംഭവം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോ അപ്പ് ആണ്. ഈ ഫോളോ അപ്പ് എന്ന് പറഞ്ഞ സംഭവം കൃത്യമായിട്ട് നടക്കണം. ഒരാള് നമ്മുടെ ടീമിലേക്ക് വന്നു, അവർ ഐഡിയ അടിച്ചു, അവർ ജോയിൻ ചെയ്തു, അവർ നമ്മളെ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ 24 മണിക്കൂറിന്റെ ഉള്ളിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് നടത്തണം.
നമ്മൾ ചെയ്യാറില്ല. അധിക ആളുകളും ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കാണ്, കോമൺ മിസ്റ്റേക്കാണ്. 24 മണിക്കൂറിനുള്ളിലൊന്നും ആരും ഫോളോ അപ്പ് പോവാറില്ല. ചുരുങ്ങിയ ഒരു 48 മണിക്കൂറെങ്കിലും ആയിട്ടാണ് നമ്മൾ ഫോളോ അപ്പും കാര്യങ്ങളും പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റും കൊടുത്തു, പ്ലാനും കാണിച്ചു, അവരെ നമ്മളെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും വെച്ചാൽ അവർ നമ്മൾ പിന്നെ പോയി സംസാരിക്കുന്ന സമയത്ത് അവർ നെഗറ്റീവിലേക്ക് പോകും. ഈ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്. ഈ ഒരു ഇൻഡസ്ട്രീൻ്റെ അകത്ത് സക്സസ് ആവണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടാണ് ഫോളോ അപ്പ് എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഒരു ഇരുമ്പ് ചൂടാക്കിയിട്ട് അത് അന്ന് പഠിച്ചാൽ മാത്രമേ അത് മൂർച്ചയുള്ള ആയുധമായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ഇരുമ്പായിട്ട് തന്നെ കിടക്കും. അപ്പം ചൂടായി നിൽക്കുന്ന സമയത്ത് അടിക്കുക എന്നുള്ളൊരു പണി നമ്മളിവിടെ ചെയ്യണം. കാരണം എനിക്ക് അതുകൊണ്ടാണ് 24 മണിക്കൂറിനിടയ്ക്കെങ്കിലും മിനിമം നമ്മൾ ഫോളോ അപ്പ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് നമ്മൾ കയറി പോകണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോളോ അപ്പ് നമ്മൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായി? അതായത് നമ്മളൊരു ട്രെയിനിങ് ആണ് രാവിലെ നടക്കുന്ന മോർണിംഗ് മീറ്റ്, നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ വെച്ചാൽ സൂം മീറ്റിലേക്ക് അവരെ പങ്കെടുപ്പിക്കുക, അതേപോലെ GTSലേക്ക് പങ്കെടുപ്പിക്കുക, നമ്മളെ ടീം മീറ്റിംഗുകൾ ഉണ്ടെങ്കിൽ അത് പങ്കെടുപ്പിക്കുക, പ്ലാനിംഗ് മീറ്റിംഗ് പങ്കെടുപ്പിക്കുക, FSS പങ്കെടുപ്പിക്കുക. ഇങ്ങനെയുള്ള കുറെ ട്രെയിനിങ്ങുകൾ കൂടെ ആളുകളെ കയറ്റി ഇറക്കുക എന്നുള്ള ഒരു പണിയും കൂടെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ചെയ്യണം. അപ്പൊ ട്രെയിനിങ്ങും പ്രോഗ്രാമും ഇല്ലാതെ ഒരു കാരണവശാലും ആളുകൾ ഇവിടെ സക്സസ് ആവാൻ സാധ്യത കുറവാണ്. അപ്പൊ അതിന് ട്രെയിനിങ്ങും മീറ്റിങ്ങുകളും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നിക്കുകൾ ഉപയോഗിക്കണം. നമുക്കറിയാം, സൂം ഉണ്ട്, അതേപോലെ യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ഇവിടെ ഒന്നും എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പണം ചെലവാകുന്നില്ല. ഫേസ്ബുക്കും യൂട്യൂബിൻ്റെ അകത്തും നമുക്ക് ഒരു പണം പോലും നമുക്ക് ചെലവാകുന്നില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതേപോലെ വാട്സപ്പ്, അതിലൊക്കെ എന്താ വെച്ചാൽ ഫ്രീ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, സമയമില്ലാതെ ഓടി നടക്കുന്ന ജനങ്ങളാണ് ഇപ്പൊ ഉള്ളത്. അവരുടെ അടുത്തേക്ക് നമ്മൾ പോയിട്ട് സംസാരിക്കുക, അവരെ കണ്ടുകിട്ടുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് വാട്സപ്പിൽ കൂടെ അവർക്ക് മെസ്സേജ് കാര്യങ്ങൾ അയക്കാൻ പറ്റും. നമുക്ക് അവിടെ കോസ്റ്റ് ഒന്നും വരുന്നില്ല, ഫ്രീ ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അതേപോലെ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ യൂട്യൂബ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ രീതിയിൽ യൂട്യൂബിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അതേപോലെ ഫേസ്ബുക്ക് ഒക്കെ നിങ്ങൾക്കറിയാം, ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ മാത്രമാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. ഒരു ഏകദേശം ഒരു 35 മുതൽ ഒരു 65 വയസ്സ് വരെയുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഏജ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തൊക്കെ പ്രൊഡക്റ്റുകളായിരിക്കാം വേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഫേസ്ബുക്കിൽ കൂടെ അങ്ങനെയുള്ള പോസ്റ്റുകൾ നമ്മൾ പാസ് ചെയ്യാൻ തയ്യാറാവുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എൻക്വയറി കാര്യങ്ങളൊക്കെ വരും. അതേപോലെ നമ്മൾ വാട്സപ്പ് എടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ എല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് എന്താണെന്ന് വെച്ചാൽ കുറെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഗ്രൂപ്പിന്റെ അകത്തേക്ക് കുറെ മെസ്സേജും കാര്യങ്ങളും നമ്മളെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചതിനെ കൊണ്ട് ആളുകൾ അങ്ങനെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളെ കയ്യിലും എൻ്റെ കയ്യിലൊക്കെ 100 കണക്കിന് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പൊ ആ 100 ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കാണിക്കുകയും നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഗ്രൂപ്പ് എടുത്ത് നോക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പ് നോക്കാറ് തന്നെയില്ല. അതിന് പകരം നമുക്ക് എന്താ വെച്ചാൽ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഫോണിൻ്റെ അകത്തുണ്ട്, വാട്സപ്പിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ അവിടെ ബ്രോഡ്കാസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വൽ മെസ്സേജ് പോകും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടെ പർച്ചേസ് കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നോക്കി മനസ്സിലാക്കിക്കൊണ്ട്. അതേപോലെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് മുതൽ 25 വയസ്സുള്ള പിള്ളേരാണ് അധികവും എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഇൻസ്റ്റഗ്രാമിലേക്ക് എന്താണോ നമ്മൾ കൊടുക്കേണ്ടത്, എന്താണോ നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിലേക്ക് വേണ്ട പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പോസ്റ്റർ രൂപത്തിൽ ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിൽ കൂടെ നമുക്ക് കുറെ ബിസിനസ് വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വേണ്ട. അങ്ങനെ ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഞാൻ ചെയ്ത സമയത്താണ് നേരത്തെ ഞാൻ പറഞ്ഞ
നിർത്തിയ കാര്യത്തിലേക്ക് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറെ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ സാധിച്ചു പറഞ്ഞിരിക്കെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന 7 കാര്യങ്ങളിൽ കൂടെ കയറി ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ സാധിച്ചത്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്നത്തെ കാലത്ത് വേഗതയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആർക്കും സമയമില്ലാത്ത നിൽക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗത കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടെക്നോളജി യൂസ് ചെയ്യണം. നിങ്ങൾക്കറിയാം ഫേസ്ബുക്ക് ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഷോർട്സും റീൽസും ആണ് ഇപ്പൊ കാണുന്നത്. മുമ്പ് ഒരു യൂട്യൂബ് ഒക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ കുറെ സമയം നമ്മൾ അതിന്റെ മുമ്പ് ചെലവഴിക്കുകയായിരുന്നു. ഇപ്പം അത് മാറി, ആ ട്രെൻഡ് മാറി. അപ്പൊ എനിക്ക് ഒരാളെ മനസ്സ് അല്ലെങ്കിൽ ഒരാളെ നമുക്ക് കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 5 മിനിറ്റ് ആണ്. 5 മിനിറ്റിൽ കൂടുതലൊന്നും ഒരാളെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക ഈ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചുകൊണ്ട് അവരെ മനസ്സിലാക്കിയുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പോവാം. അങ്ങനെ ഞാൻ യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പം കുറെ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള 6 കാര്യങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതേപോലെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സെയിൽസിലേക്ക് വരുന്ന സമയത്ത് അവിടെ കസ്റ്റമർ അടുത്ത് പോയി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കുറേ പ്രൊഡക്റ്റുകൾ ഒന്നും നിരത്തി വെച്ച് കസ്റ്റമർ അടുത്ത് സംസാരിക്കാൻ നിൽക്കണ്ട. കാരണം എന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമ്മൾ എന്ത് വെച്ചാൽ കുറേ പ്രൊഡക്റ്റുകൾ നമ്മൾ നിരത്തി വെക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് കൺഫ്യൂഷൻ ആണ് ഉണ്ടാകുന്നത്. നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും ക്വാളിറ്റിയിലാണെന്ന് എനിക്ക് പറയാം. പക്ഷെ ഈ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഏത് പ്രൊഡക്റ്റ് എടുത്ത് വെച്ചാലും ഇത് നല്ല ക്വാളിറ്റിയിലാണ്, ഇത് നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ സംസാരിക്കാറ്. പക്ഷെ ഈ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കസ്റ്റമർ വാങ്ങാൻ തയ്യാറാകുന്ന സമയത്ത് കസ്റ്റമർ കൺഫ്യൂഷൻ ആകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണ് അവരെ സംബന്ധിച്ചുള്ള അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ മാത്രമേ അവരെടുക്കുള്ളൂ. അപ്പം പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ കസ്റ്റമർ അടുത്ത് നമ്മൾ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു 2 3 പ്രൊഡക്റ്റ് മാത്രം സംസാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഏത് പ്രൊഡക്റ്റ് എടുത്താലും ആയുഷ് പ്രമീയം സർട്ടിഫിക്കറ്റ് ഉള്ള 27ഓളം പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് മോശമെന്ന് പറയാൻ പറ്റുമോ? എല്ലാ പ്രൊഡക്റ്റുകളും ക്വാളിറ്റിയിലാണ്. അപ്പം നമ്മൾ കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് അതിൽ കസ്റ്റമർക്ക് ഏതാണോ പ്രയോറിറ്റി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത് അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ പ്രൊഡക്റ്റുകളും നിരത്തി വെച്ച് എല്ലാ പ്രൊഡക്റ്റും നല്ലതാണ്, ടോപ്പാണ്, സാറ് സൂപ്പറാണ്, അതാണ് ഇതാണ് അങ്ങനെ അവിടെ തള്ളി മറിച്ചതിനെ കൊണ്ട് ഒരു കാര്യമില്ല. പൊതുവേ കാണുന്ന കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പ്രൊഡക്റ്റും നിരത്തി വെക്കും. ആ പ്രൊഡക്റ്റ് നിരത്തി വെച്ചിട്ട് എല്ലാ പ്രൊഡക്റ്റുകളും പറ്റിയിട്ട് വിശദീകരിക്കാൻ തുടങ്ങും. നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് നമ്മളെ അടുത്ത് ഇത്രയും പ്രൊഡക്റ്റുകൾ പറയുന്ന സമയത്ത് എത്ര പ്രൊഡക്റ്റുകൾ നമ്മളെ മനസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു, എത്ര പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഏതാണോ പ്രൊഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റിനെ മാത്രം കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ട് അതിലേക്ക് കസ്റ്റമറെ മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രാൻഡ് ചേഞ്ചിങ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്രാൻഡ് ചേഞ്ചിങ് എന്ന് പറഞ്ഞ സംഭവം ചെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലെ എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട്. ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട്, ഫ്ലോർ ക്ലീനർ ഉണ്ട്, സോപ്പുകളുണ്ട്, ഷാമ്പു ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ്, അതേപോലെ ചായപ്പൊടികൾ ഉണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ആദ്യം നമ്മളെ വീട്ടിലെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മളത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് നമ്മളെ കൂടെ വന്നിരിക്കുന്ന ആളുകളെ വീട്ടിൽ നിന്ന് ബ്രാൻഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ ഒരു ബ്രാൻഡ് ചേഞ്ചിങ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മാക്സിമം ആളുകളെ എടുത്ത് നമ്മളെ കൂടെ വന്നിരിക്കുന്ന ആളുകളെടുത്ത് അവരോടൊക്കെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ നമുക്കൊന്ന് മാറ്റി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാൻ തയ്യാറാകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം സെയിൽസ് ടേൺ ഓവർ ബോണസ് നമുക്ക് കിട്ടും. അപ്പം മിനിമം ഒരു 10 വീട്ടിലെങ്കിലും നമ്മൾ മാറ്റാൻ ഒരു 1000 രൂപേന്റെ പ്രൊഡക്റ്റ് വെച്ച് മാറ്റാൻ പോയാൽ തന്നെ 10,000 രൂപേന്റെ ബിസിനസ് അവിടെ കയറി വരും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാൻഡ് ചേഞ്ചിങ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചെയ്യണം. നമ്മളെ പിന്നെ കേൾക്കുന്ന ലീഡേഴ്സ് എല്ലാവരും ഉണ്ടാവും. അവരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം കൂടെ പറയാണ്. അവിടെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ മീറ്റിംഗ് കൂടുന്ന സമയത്ത്
അവിടെ ഒരു കോൺടെസ്റ്റ് വെക്കാം. അതായത് ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്ന ആളുകൾക്ക് ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള അവരോട് പറയാം, നിങ്ങൾ എത്ര വീടുകളിൽ നിന്നാണോ ബ്രാൻഡ് ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബ്രാൻഡ് ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരെ കൊണ്ട് മാക്സിമം വീടുകളിലെ ബ്രാൻഡ് ചേഞ്ചിങ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് എത്തിക്കാന്നുള്ളൊരു പണി നമ്മളിവിടെ ചെയ്താൽ മതി. ഇങ്ങനെയുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് 100% ഉറപ്പാണ് നമ്മൾ കൂടെ ആളുകൾ നിൽക്കാൻ തയ്യാറാവും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും ആരാണെങ്കിലും ഇവിടെ വരുമാനത്തിന് വേണ്ടി വന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ വരുമാനം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ. അതിലെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് മേക്കിംഗ് എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. രണ്ടാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാന് കാണിച്ചു കൊടുക്കണം. ഷോ പ്ലാൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ സംശയങ്ങൾ തീർത്തു കൊടുക്കുക എന്നുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യണം. നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതിനൊപ്പം തന്നെ അവിടെ അവരെ കൊണ്ട് അൺബോക്സിംഗ് എന്ന് പറഞ്ഞ സംഭവം കൂടെ നമ്മൾ ചെയ്യിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട ഫോളോ അപ്പ് ആണ്. അത് കൃത്യമായിട്ട് ടീമിൽ ഫോളോ അപ്പ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. തുടക്കക്കാർ മുതൽ ലീഡേഴ്സായി ഇരിക്കുന്ന ആളുകൾ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞ സംഭവം. അതേപോലെ ഈ വന്നിരിക്കുന്ന ആളുകൾ ട്രെയിനിങ്ങും മീറ്റിങ്ങിലും കയറുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ മാക്സിമം ടെക്നിക്കൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതായത് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലേണിംഗ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എല്ലാ സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം മാക്സിമം ആളുകൾ ലേൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. സമയത്തിന്റെ കുറവുണ്ട്, ഏകദേശം 6:40 കഴിഞ്ഞു. സാർ ടൈം ഉണ്ടോ? 5 മിനിറ്റ് കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാനിങ് മീറ്റുകൾ സംഘടിപ്പിക്കണം. നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ പ്ലാനിങ് മീറ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. പ്ലാനിങ് മീറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ വന്നിരിക്കുന്ന ആളുകളെ ID ചെക്ക് ചെയ്യാനും അവർക്ക് ഇനി എത്ര ഇൻകം ഉണ്ട് അവർക്ക് ഇനി എത്ര BV അടുത്ത റാങ്കിലേക്ക് വേണം നോക്കിയിട്ട് അവിടെ അതിന് വേണ്ട പ്ലാനിങ് കാര്യങ്ങൾ നടത്തി കൊടുക്കണം. അപ്പം മാക്സിമം എന്താ വെച്ചാൽ ടീമിലുള്ള ആളുകളെ കൂട്ടിപ്പിടിച്ചിരുത്തിച്ചുകൊണ്ട് നമ്മൾ മാക്സിമം അവർക്ക് ബിസിനസ്സിന്റെ സാധ്യതകളും ബിസിനസ്സിന്റെ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ ടീമിലുള്ള ഓരോ വ്യക്തിന്റെ ഐ ഡി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ട് മാക്സിമം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആളുകളെ റാങ്ക് മാറ്റാനും അവർക്ക് ഇൻകം ഉറപ്പിക്കാനും ആഴ്ച വരുമാനം ഉറപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ പ്ലാനിങ് മീറ്റിൽ ചെയ്തിരിക്കണം. അത് എല്ലാ ആഴ്ചകളും നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ വെള്ളിയാഴ്ചകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാനിങ് മീറ്റ് നടത്തിയിരിക്കണം. എല്ലാ ടീമിലും ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ ഹോം മീറ്റിങ്ങുകൾ നിർബന്ധമായിട്ട് ചെയ്യണം. സക്സസ് ആയ ഇതിലൊക്കെ ഞാൻ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഹോം മീറ്റുകൾ നടത്തി കഴിഞ്ഞെങ്കിൽ അവിടെ നിന്നൊക്കെ നമുക്ക് പുതിയ പുതിയ ആളുകളെ കിട്ടും. അപ്പോൾ ഹോം മീറ്റിങ്ങിന്റെ എണ്ണം നിങ്ങൾ ടീമിൽ കൂട്ടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഹോം മീറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഹോം മീറ്റിംഗ് നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളാണ്. പൊതുവെ ഇപ്പോൾ ഹോം മീറ്റിംഗ് ഒക്കെ കുറവുകളാണ്. ആ ഹോം മീറ്റിങ്ങിന്റെ എണ്ണം നമ്മൾ മാക്സിമം കൂട്ടിയെടുക്കുക. അങ്ങനെ ആ ടീമിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ലൊരു ബിസിനസ് നമുക്ക് കയറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പം ടീം മീറ്റിംഗ് എന്ന് പറഞ്ഞ പ്ലാനിങ് മീറ്റും ഹോം മീറ്റിങ്ങുകളും ടീമിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഹോം മീറ്റിങ്ങുകളും പ്ലാനിങ് മീറ്റും നടന്നാൽ മാത്രമാണ് സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ ടീമിന്റെ അകത്തൂടെ കൃത്യമായി നടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളത് കൂടെ നമ്മളിവിടെ ചെയ്യണം. പൊതുവെ എന്താ വെച്ചെങ്കിൽ ഹോം മീറ്റിങ്ങുകൾ ഒരു 20 ആൾ അല്ലെങ്കിൽ 10 പേര് അല്ലെങ്കിൽ 15 പേര് വരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ് അധിക ടീമിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ട. മാക്സിമം ഒരു 2-3 ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹോം മീറ്റിംഗ് സംഘടിപ്പിക്കാൻ പറ്റും. നമ്മൾ ഈ 1-to-1 ആവുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത് 1-to-1 ആണ്. നിന്ന് സംസാരിക്കുമ്പോൾ അത് ഹോം മീറ്റിംഗ് ആയിട്ട് മാറുകയാണ്. അപ്പം നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ ആളുകളുടെ ആവശ്യമില്ല. മാക്സിമം 2-3 ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോം മീറ്റിംഗുകൾ എടുക്കാം. ഹോം മീറ്റിംഗിന്റെ എണ്ണം നമ്മൾ ടീമിൻ്റെ അകത്ത് കൂട്ടാന്നുള്ള കാര്യം കൂടെ നമ്മൾ ചെയ്യണം. നമ്മൾ അതേപോലെ
ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. നമുക്ക് ചുറ്റുഭാഗവും നമുക്ക് എന്താ വെച്ചാല് നെഗറ്റീവ്സ് തരുന്ന ഒരുപടി കാര്യങ്ങളുണ്ടാവും. പക്ഷെ ആ നെഗറ്റീവ്സ് തരുന്ന കാര്യങ്ങളിലേക്ക് ഒന്നും പോവാതെ നമ്മൾ എന്താ വെച്ചാൽ പോസിറ്റീവ് തരുന്ന കാര്യങ്ങളിലേക്ക് മാത്രം നമ്മളെ ഫോക്കസ് പോയിക്കൊണ്ട് ആ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചെങ്കിൽ പൊതുവെ പറയാനുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞെങ്കിൽ നമ്മൾ ആദ്യം നോക്കുക അടുത്ത വീട്ടിലേക്കാണ്. അവിടെ എന്ത് നടക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇവിടെ എന്ത് കിട്ടുന്നതാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ അധ്വാനിക്കുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേ വേണ്ട. നമ്മൾ നമ്മളെ ടീമിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയും നമുക്ക് എന്ത് ചെയ്യും ശക്തമായി മുന്നോട്ട് പോവാം. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു 6-7 പോയിന്റുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആ പോയിന്റുകൾ മനസ്സിലാക്കിയും നിങ്ങൾക്ക് എല്ലാവരും ശക്തമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് നമ്മളെ സക്സസിലേക്ക് നയിക്കുന്നത്. ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും ആ കാല് പിന്നോട്ട് വലിക്കാതെ ആ വെച്ച കാല് മുന്നോട്ട് തന്നെ പോവാം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത ആളുകൾ മാത്രമാണ് ഇന്ന് സക്സസ് ആയിട്ടുള്ളൂ. കാല് പിന്നോട്ട് വലിച്ചു പോയ ആളുകൾ ഒന്നും സക്സസ് ആയിട്ടില്ല. മുന്നോട്ട് വെച്ച കാല് മുന്നോട്ടേക്ക് തന്നെയാണ് പോവുള്ളൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് ശക്തമായി പ്രവർത്തിച്ചാൽ ഇവിടെ ഓരോരുത്തർക്കും വലിയ വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ.